ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്നില്ലേ എനിക്ക് കുറച്ച് അകത്ത് ചീര കിട്ടിയിട്ടോ. അകത്ത് ചീര പറയുമ്പോൾ നമ്മൾ പാലക്കാട്ടുകാർ ഇതിനെ അകത്ത് ചീര എന്നാണ് കേട്ടോ പറയുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പഴുത്ത നല്ല പഴുപ്പുള്ള ഇലയും കേടുവന്ന ഇലയൊക്കെ മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കിയ പണി കഴിഞ്ഞു കേട്ടോ. വേണമെങ്കിൽ ഇതൊരു ഇങ്ങനെ മുറിച്ചിടാം, കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല പഴുത്ത ഇലയൊക്കെ മാറ്റണം കേട്ടോ. പഴുത്ത ഇല ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ വയറിളക്കം ഉണ്ടാവും എന്നുള്ളത് എൻ്റെ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പഴുത്തലയൊന്നും എടുക്കാറില്ല കേട്ടോ. ഇപ്പോൾ പഴുത്തലയൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇല്ലേ ഇതൊക്കെ നന്നാക്കുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ആഘോഷം പോലെയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ എപ്പോഴും നിറയെ ആളുകളുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടത്തിലിരുന്നിട്ട് നന്നാക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞിട്ട് നന്നാക്കുമ്പോൾ നമുക്കിതിൻ്റെ ക്ഷീണവും അറിയില്ല, പെട്ടെന്ന് തീരുകയും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഞാനും എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലല്ലേ, നമ്മൾ പണ്ട് തുടങ്ങിയിട്ടുള്ള ശീലങ്ങൾ നമ്മുടെ ശീലങ്ങളില്ലേ നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല കേട്ടോ. നന്നായിട്ട് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ ചെറുപ്പം മുതലുള്ള ശീലങ്ങൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് അറിയാം, നമ്മൾ കുളിക്കുന്ന സമയത്തേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ കുളിക്കുന്ന സമയത്ത് എന്താ പറയുക, ഏറ്റവും ആദ്യം സോപ്പ് തേക്കുന്നത് ഒരേ ഭാഗത്തായിരിക്കും. എപ്പോഴെങ്കിലും നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് പോയിട്ട് എന്താ പറയുക, ഞാൻ ഇന്ന് ഈ ഭാഗത്തെ തേക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് തേക്കുന്ന സമയത്ത് ഓക്കെ, കുളിക്കുന്ന സമയത്ത് നമ്മൾ മാറ്റി തേക്കുകയായിരിക്കും. അല്ലാത്ത സമയത്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പോൾ കയ്യിലാണോ ആദ്യം സോപ്പ് തേക്കുന്നത് ആ ഭാഗത്ത് തന്നെയായിരിക്കും കേട്ടോ സോപ്പ്. ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് അതങ്ങനെ തന്നെ വന്നു പോകും കേട്ടോ. നമ്മുടെ തുടക്കം മുതലേ ഉള്ള ശീലങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് പോയി കേട്ടോ. നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലോട്ട് പോകുമ്പം അമ്മയ്ക്കാണെങ്കിലും അവിടുത്തെ അമ്മായിയമ്മയ്ക്കാണെങ്കിലും മരുമകൾക്കാണെങ്കിലും രണ്ടും രണ്ട് തരത്തിലുള്ള എന്താ പറയുക ശീലങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അവർ പെട്ടെന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ ഞാൻ ഒരിക്കലും രണ്ടുപേരെയും കുറ്റം പറയില്ല കേട്ടോ. നമ്മുടെ ഈ കുളിക്കുന്ന ടൈമിലുള്ള ആ സോപ്പ് ഒരേ ഭാഗത്ത് തേക്കുന്നത് പോലെ തന്നെയല്ലേ അവരുടെ ശീലങ്ങളും. മരുമോള് ഒരു തരത്തിലായിരിക്കും ശീലിച്ചിട്ട് വന്നിട്ടുണ്ടാകുക, എന്നാൽ അമ്മായിയമ്മ വേറൊരു തരത്തിൽ ആയിരിക്കും അവരുടെ ശീലങ്ങൾ വേറൊരു തരത്തിലായിരിക്കും. രണ്ടും അങ്ങോട്ട് ഒത്തുപോകണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും കേട്ടോ. ഇത് മനസ്സിലാക്കിയാൽ പല വീടുകളിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും കുളിക്കുന്ന സമയത്ത് ഒരേ ഭാഗത്തു നിന്നാണോ സോപ്പ് തേച്ച് തുടങ്ങുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിന് ചീത്ത കമൻറ്റൊന്നും ഇടരുത് കേട്ടോ. ഞാൻ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ശീലം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ചില ചേട്ടന്മാരും ചേച്ചിമാരും ചീത്ത കമൻറ്റൊക്കെ വരാറുണ്ട്, അങ്ങനെയൊന്നും ഇടരുത് കേട്ടോ. അപ്പോൾ എനിക്കിത് കുറേ നന്നാക്കാനുണ്ട്. ഞാൻ 2 കെട്ട് ചീര വാങ്ങിച്ച്, ഒരു കെട്ടിന് 30 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. ഇത് വയറിന് നല്ലതാണെന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കശപ്പ് പോലെ ഉണ്ടാവും. നമ്മുടെ മുരിങ്ങയില നമ്മൾ എങ്ങനെയാണോ വറുക്കുന്നത്, ഉപ്പേരി ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ തോരൻ ഉണ്ടാക്കി അടിപൊളിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. തേങ്ങയും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഇതുണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതുപോലെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇനി ഒരു ഘട്ടം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നാക്കിയിട്ട് വരാം. അപ്പം ഞാനിവിടെ നമ്മുടെ ചീര നന്നാക്കി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഞാൻ 2 കെട്ട് റെഡിയാക്കിയില്ല കേട്ടോ. അപ്പോൾ ഒരു കെട്ട് മതിയാവും. ഞാനും മകനും മാത്രമാണ് ഇപ്പോൾ ഇത് കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കെട്ട് മതിയാവും. അപ്പോൾ ഞാൻ ഒരു കെട്ട് നാളേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക്
ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ചെറിയ ഉള്ളിയും പച്ചമുളക് എരിവില്ലാത്തതാണ്, അതുകൊണ്ട് ഞാൻ ഒരു 5-6 എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഞാൻ കത്തിക്കുന്നത്. അടുപ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കത്തിക്കാനും. ചെറുപ്പം മുതലേ അത് തന്നെയാണ് കേട്ടോ. എനിക്കിവിടെ ഗ്യാസ് ഉണ്ട്, കറണ്ട് അടുപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല കേട്ടോ. എനിക്കൊക്കെ ഗ്യാസ് എന്താ പറയുക, ഒരു 8 മാസം 9 മാസമൊക്കെ വരും. കാരണം ഞാൻ കാലത്ത് ചായ വയ്ക്കാനും വൈകുന്നേരത്ത് ചായ വയ്ക്കാനും മാത്രമാണ് കേട്ടോ ഗ്യാസ് ഉപയോഗിക്കുന്നത്. വൈകുന്നേരത്ത് നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് അടുപ്പ് കെട്ട് കിടക്കായിരിക്കുമല്ലോ. അപ്പോൾ വീണ്ടും അടുപ്പ് കത്തിക്കാൻ ഒരു മടിയാണ്. ചായ മാത്രം വെക്കേണ്ട കാര്യമുള്ളൂ. അതിനാൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഞാൻ വീണ്ടും അടുപ്പ് കത്തിക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരത്ത് പണിക്കാരുണ്ടാവും, പണിക്കാർക്ക് ചായ വയ്ക്കാനായിട്ടും രാവിലെ നേരത്തെ ഒരു ചായ കുടിക്കാനായിട്ടാണ് ഞാൻ ഗ്യാസ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി പാകമായിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ചീരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ചിലർ എനിക്ക് കമൻറ്റ് പറയാറുണ്ട്, നിങ്ങൾ വിറക് കടയല്ലേ, നിങ്ങൾക്ക് വിറക് ഫ്രീ ആണല്ലോ, വിറകിന് കാശൊന്നും കൊടുക്കണ്ടല്ലോ എന്ന്. അത് സത്യമാണ് കേട്ടോ. എനിക്ക് വിറക് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ചേട്ടന് മരം മുറിക്കലായതുകൊണ്ട് എനിക്ക് വിറക് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട. ഞാനിവിടെ മറ്റുള്ളവർക്ക് വിറക് സപ്ലൈ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ അത് വേണ്ട. ഗ്യാസിനാവുമ്പം എന്താ പറയുക, ഒരു 800-900 രൂപയെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ വിറകിന് എനിക്ക് കാശ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീരയൊക്കെ കഴുകി വെച്ച് നല്ലതുപോലെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പിട്ട് ഇളക്കിയ ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. ഒന്ന് ചൂട് കൊണ്ടപ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ഇതകത്ത് ചീര ആയതുകൊണ്ട് ഒരല്പം വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വേവുള്ളതാണേ. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു സ്പൂണ് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഒരു സ്പൂണല്ല, ഒരു പകുതി, അര സ്പൂണ് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. പണ്ടുള്ള അമ്മമാർ ഇങ്ങനെയാണ് കേട്ടോ ഇളക്കാറുള്ളത്. മുരിങ്ങയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ മുത്തശ്ശിയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. മുത്തശ്ശി അമ്മയും ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എളുപ്പം. ഇങ്ങനെ ഇളക്കുമ്പം അത്ര പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. റെഡി ആവട്ടെ. നല്ലതുപോലെ ഒന്ന് കത്തിക്കാം. അപ്പോൾ നമ്മുടെ ചീര ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ചേർത്തേണ്ടത് തേങ്ങ ചിരകിയതാണ് കേട്ടോ. നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല കേട്ടോ. എൻ്റെ അമ്മ പറയാറുള്ളത് ഇലക്കറികൾ വയ്ക്കുമ്പം അധികം മഞ്ഞൾപ്പൊടി ചേർത്തരുത്, ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ ചേർത്താറുണ്ട്. പക്ഷേ ഇതുമാതിരി ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാറില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തുന്ന സമയത്ത് വേറെ ടേസ്റ്റ് ആയിരിക്കും എന്നാണ് അമ്മ പറയണത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്.
അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിന്ന് ഉണ്ടാക്കിയത് അകത്ത ചീരയാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കേ, ടാറ്റാ.